നമസ്കാരം. പിണറായി തെറ്റ്, അകത്താകും ഇല്ലെങ്കിൽ അകത്താക്കും. ഇനിയൊരു ഒളിപ്പോരിന് വിജയനില്ല. കഴിഞ്ഞ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM-നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും നേരിടേണ്ടി വന്ന കനത്ത പരാജയത്തിൻ്റെ രാഷ്ട്രീയ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് തുറന്ന് സമ്മതിച്ച് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അവലോകന റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നു. തിരഞ്ഞെടുപ്പ് പ്രചാരണം ഇതെല്ലാം ഒരാളിലേക്ക് മാത്രമായിട്ട് ചുരുങ്ങിപ്പോയതും വികസന ക്ഷേമ രാഷ്ട്രീയത്തിനപ്പുറം ശക്തമായിട്ടുള്ള രാഷ്ട്രീയ പോരാട്ടം അതുയർത്തുന്നതിൽ വന്ന വീഴ്ചയുമാണ് തിരിച്ചടിക്ക് പ്രധാന കാരണമായിട്ട് പാർട്ടി വിലയിരുത്തപ്പെടുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനെ മാത്രം മുൻനിർത്തി പ്രചാരണം മുഴുവൻ അദ്ദേഹത്തിലേക്ക് ചുരുക്കിക്കെട്ടിയത് പാർട്ടിയുടെ രാഷ്ട്രീയ തന്ത്രത്തിൽ വലിയ പാളിച്ചയുണ്ടാക്കിയതായിട്ടാണ് ആ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. മുഖ്യമന്ത്രി എന്ന വ്യക്തിയിലേക്ക് മാത്രം പ്രചാരണത്തിൻ്റെ ശ്രദ്ധ തിരിച്ചുവിട്ടതോടെ അദ്ദേഹത്തെ മാത്രം ലക്ഷ്യമിട്ട് കടന്നാക്രമിക്കുവാൻ UDF-ന് എളുപ്പത്തിൽ വഴി തുറന്നു കൊടുക്കുകയായിരുന്നു. അപ്പോൾ ഇതിലൂടെ കോൺഗ്രസിൻ്റെയും UDF-ൻ്റെയും പിന്തിരിപ്പൻ ഭരണവർഗ നിലപാടുകളെ തുറന്നു കാട്ടുവാനുള്ള രാഷ്ട്രീയ മുൻകൈ പാർട്ടിക്കും മുന്നണിക്കും അതോടുകൂടി നഷ്ടമായി എന്നുകൂടി പറയാം. സർക്കാരിൻ്റെ നേട്ടങ്ങൾ യഥാസമയം ഉയർത്തിക്കാട്ടിയെങ്കിലും കേന്ദ്രത്തിലെ BJP സർക്കാരിൻ്റെ ഫെഡറൽ വിരുദ്ധ സമീപനവും സാമ്പത്തിക ഉപരോധവും വേണ്ടത്ര ജനങ്ങളിലേക്ക് എത്തിച്ചില്ലെന്ന് വിലയിരുത്തപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ ഈ പരിമിതികൾക്കിടയിലാണ് ഭരണമെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുവാൻ കഴിയാതിരുന്നതുകൊണ്ട് സർക്കാരിന് എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുവാൻ സാധിക്കുമെന്ന മിഥ്യാധാരണ ജനങ്ങൾ രൂപപ്പെട്ടു. നവ ഉദാരവൽക്കരണ കോർപ്പറേറ്റ് വർഗീയ നയങ്ങൾക്കെതിരെയുള്ള ശക്തമായിട്ടുള്ള രാഷ്ട്രീയ പ്രചാരണവുമായിട്ട് വികസന പ്രവർത്തനങ്ങളെ കൂട്ടിയോജിപ്പിക്കുവാൻ കഴിയാഞ്ഞത് തിരിച്ചടിയുമായി. CPM-ന് BJP-യുമായിട്ട് രഹസ്യബന്ധമുണ്ടെന്ന കോൺഗ്രസിൻ്റെയും UDF-ൻ്റെയും പ്രചാരണത്തെ ചെറുക്കാൻ രാഷ്ട്രീയ പ്രതിരോധത്തിൻ്റെ അഭാവം മൂലമായില്ല. ഇതോടൊപ്പം തന്നെ ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം ലീഗും നടത്തിയ പ്രചാരണങ്ങളും ക്രിസ്ത്യൻ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ ഒരു വിഭാഗത്തിനുണ്ടായ തെറ്റിദ്ധാരണകളും ഇടതുമുന്നണിയുടെ പരമ്പരാഗതമായിട്ടുള്ള ന്യൂനപക്ഷ വോട്ട് ബാങ്കിൽ വിള്ളലുണ്ടാക്കി എന്നുകൂടി കണ്ടെത്തിയിരിക്കും. അപ്പോൾ ഇതിനു പുറമെ തിരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് PM ശ്രീ പദ്ധതി വിഷയത്തിൽ CPI-യുമായി ഉണ്ടായിട്ടുള്ള പരസ്യ തർക്കം, ആ പരസ്യ തർക്കം BJP CPM അന്തർധാര ഉണ്ട് എന്ന പ്രതിപക്ഷ ആരോപണത്തിനൊരു ബലമായി മാറി. ഇനി മറ്റൊന്ന്, ഗ്ലോബൽ അയ്യപ്പ സംഗമത്തിൽ തീവ്ര ഹിന്ദുത്വ നിലപാടുകാരനായിട്ടുള്ള ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയുടെ സന്ദേശം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായിട്ടുള്ള മന്ത്രി വായിച്ച സംഭവം അത് പാർട്ടിയുടെ മതേതര പ്രതിച്ഛായയ്ക്ക് വലിയ ആഘാതമുണ്ടാക്കി. അപ്പോൾ അത് ജനങ്ങൾക്ക് തെറ്റായിട്ടുള്ള സന്ദേശമാണ് നൽകിയത് എന്നുള്ളത് കണ്ടെത്താൻ കഴിഞ്ഞു. അതുപോലെ ഈ വെള്ളാപ്പള്ളി നടേശൻ്റെ അധിക്ഷേപകരമായിട്ടുള്ള പ്രസ്താവനകൾ, അതിനെതിരെ പാർട്ടി ശക്തമായിട്ടുള്ള പ്രതികരണം നടത്തിയില്ല എന്നുള്ള സ്വയം വിമർശനവും ആ റിപ്പോർട്ടിനകത്തുണ്ട്. അപ്പോൾ ഇതെല്ലാം പാർട്ടി വർഗീയതയോട് വിട്ടുവീഴ്ച ചെയ്യുന്നു എന്ന തെറ്റായിട്ടുള്ള ധാരണ പടർത്തി എന്നുള്ളതാണ്. മുൻകാലങ്ങളിൽ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് നിരീക്ഷിച്ചിരുന്ന പാർട്ടി സബ് കമ്മിറ്റികളും ക്യാബിനറ്റ് ഫ്രാക്ഷൻ കമ്മിറ്റികളും ഒക്കെ കൃത്യമായിട്ട് പ്രവർത്തിക്കാതിരുന്നത് പാർട്ടിയും സർക്കാരും തമ്മിലുള്ള ഏകോപനം ഇല്ലാതാക്കി എന്നുകൂടി പറയുന്നു. പൊതുവേദികളിലും മാധ്യമങ്ങളിലും സംസാരിക്കുമ്പോൾ ചില മുതിർന്ന നേതാക്കൾ കാണിച്ച ജാഗ്രത കുറവും അത് ദീർഘിച്ച് ശ്രദ്ധയില്ലാത്തതുമായിട്ടുള്ള പ്രസംഗങ്ങളൊക്കെ ഇടതുവിരുദ്ധ മാധ്യമങ്ങൾക്ക് ആയുധമായി മാറി. പാർട്ടിയുടെ കരുത്തായിട്ടുള്ള തൊഴിലാളികൾ, കർഷക തൊഴിലാളികൾ, പാവപ്പെട്ട കർഷകർ എന്നിവരിൽ ഒരു വിഭാഗം ഇടതുമുന്നണിയിൽ നിന്ന് അകന്നുപോയി. KSRTC പെൻഷൻ, ക്ഷേമ പെൻഷൻ കുടിശ്ശിക, കൂടാതെ പരമ്പരാഗത മേഖലയിലെ പ്രതിസന്ധി, കെട്ടിട നികുതി വർധനവ്, വന്യജീവി ശല്യം തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടാത്തത് ഭരണവിരുദ്ധ വികാരത്തിന് കാരണമായി തീരുകയും ചെയ്തു. 4 ലേബർ കോഡുകൾക്കെതിരെ ജസ്റ്റിസ് ഗോപാലഗൗഡ കമ്മിറ്റിയെ വെച്ച് തൊഴിലാളി അനുകൂല നിലപാട് സ്വീകരിച്ച ഏക സർക്കാർ ഇടതുമുന്നണിയാണ് എങ്കിലും അത് പ്രചാരണത്തിൽ ഫലപ്രദമായിട്ട് എത്തിക്കാനായില്ല. പാർട്ടി കേഡർമാരിൽ രാഷ്ട്രീയ ബോധവൽക്കരണത്തിൻ്റെ അളവ് കുറഞ്ഞു വരുന്നതും ജനങ്ങളോട് രാഷ്ട്രീയ കാഴ്ചപ്പാട് വിശദീകരിക്കുവാൻ കഴിയുന്ന സഖാക്കളുടെ കുറവും വലിയ സംഘടനാ വീഴ്ചയായിട്ട് റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് RSS നടത്തുന്ന പ്രവർത്തനങ്ങളെയും സ്ത്രീകളെ അവരുടെ സ്വാധീനത്തിലാക്കുന്ന തന്ത്രങ്ങളെയും ഒക്കെ പ്രതിരോധിക്കാൻ പാർട്ടി സംസ്ഥാന സമ്മേളന തീരുമാനങ്ങൾ കൃത്യമായിട്ട് നടപ്പിലാക്കാൻ അവർക്ക് സാധിച്ചതുമില്ല. കേവലം വികസന തന്ത്രങ്ങളോ വ്യക്തികേന്ദ്രീകൃത പ്രചരണങ്ങളോ മാത്രം കൊണ്ട് തിരഞ്ഞെടുപ്പ് വിജയിക്കാനാകില്ല എന്നും നവ ഉദാരവൽക്കരണ വർഗീയ ശക്തികൾക്കെതിരെയുള്ള കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ പോരാട്ടത്തിലൂടെ മാത്രമേ ജനസ്വാധീനം വീണ്ടെടുക്കാൻ കഴിയൂ എന്നും CPM കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ട് വിലയിരുത്തുന്നുണ്ട്. എന്തു വിലയിരുത്തിയാലും എൻ്റെ പൊന്നു സാറുമാരെ, സഖാക്കന്മാരെ, നിങ്ങളൊന്ന് മനസ്സിലാക്കുക, നിങ്ങൾ അണികളെയും ഇന്നത്തെ ജൻസി വിഭാഗത്തെയും കുറഞ്ഞു കാണിക്കാൻ അല്ലെങ്കിൽ കുറച്ചു കാണിക്കുവാൻ ശ്രമിക്കരുത്. നിങ്ങളുടെ ഈ നവ ഉദാരവൽക്കരണവും വർഗീയ ശക്തികൾക്കെതിരെയുള്ളൊക്കെ പോരാട്ടമൊക്കെ കഴിഞ്ഞു, അതിൻ്റെയൊക്കെ കാലം കഴിഞ്ഞു. ജനങ്ങൾ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ വളരെ സത്യസന്ധതയോടുകൂടിയും ട്രാൻസ്പെറൻ്റായിട്ടും കാണുവാൻ ശ്രമിക്കുന്നു. അതിനകത്ത് ജനകീയ വിഷയങ്ങളുണ്ടെങ്കിൽ അതിനിടപെടാൻ കഴിയുന്നവർ ഏത് പാർട്ടിക്കാരെ ആയിക്കോട്ടെ, അതിനിപ്പോൾ തൊഴിലാളിയുടെ പ്രസ്ഥാനം തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ഈ റിപ്പോർട്ട് പോലും നിങ്ങളെ വീണ്ടും കുരുക്കാക്കി മാറ്റുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പിന്നെ ഒരു കാര്യം ശരിയാണ്, ഒരു പാർട്ടി എന്ന് പറയപ്പെടുന്നത് മുന്നോട്ട് പോകുമ്പോൾ അത് CPM-നെ പോലൊരു വർഗബോധമുള്ളൊരു പാർട്ടി
അത് മുന്നോട്ട് പോകുമ്പോൾ അവിടെ ഒരു വ്യക്തി കേന്ദ്രീകൃതമായിട്ടുള്ള പൂജ നടത്തുന്നത് തെറ്റാണ് എന്ന് വിളിച്ചു പറയുവാൻ നിങ്ങളിലുള്ള പല സഖാക്കന്മാർക്കും കഴിയാതെ പോയതാണ് ഇതിൻ്റെ വീഴ്ച. അവിടെയാണ് തെറ്റ് എന്ന് ചോദിച്ചാൽ പിണറായി വിജയൻ തെറ്റാണ് എന്ന് കാണേണ്ടി വരുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇപ്പോൾ തന്നെ പിണറായി വിജയനെതിരെ വരുന്ന പലതരത്തിലുള്ള ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ ചിലപ്പോൾ ആ കേസുമായി ബന്ധപ്പെട്ടിട്ടും അകത്താകാനുള്ള സാധ്യതയോ അല്ലെങ്കിൽ ചോദ്യം ചെയ്യപ്പെടുകയോ ഉണ്ടാകുന്നു. ഇ ഡി ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യം വരുന്നു പിണറായി വിജയന്. അപ്പോൾ ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ പിണറായി വിജയൻ ശരിയായിരുന്നോ തെറ്റായിരുന്നോ എന്ന് ജനം വിലയിരുത്തുകയും അവർ വിധി എഴുതുകയും ചെയ്തതാണ് ഈ തിരഞ്ഞെടുപ്പ്. അതാദ്യം മനസ്സിലാക്കുക. ജനങ്ങളോട് സംവദിക്കാൻ കഴിയാത്ത ഒരു നേതാവിനെയും ഇന്ന് വേണ്ട. ഈ കാലഹരണപ്പെട്ട സംവിധാനമാണ് ഈ കമ്മ്യൂണിസ്റ്റിൻ്റെ ഈ ആശയങ്ങളെന്ന് പറയുന്നത്. ഈ നവലിബറൽ ആശയങ്ങളും നവ ഉദാരവൽക്കരണ സംവിധാനങ്ങളുമൊക്കെ അറബിക്കടലിൽ കളയേണ്ട സമയം കഴിഞ്ഞു എന്നുള്ളതാണ്. അതുകൊണ്ട് അതൊക്കെ മാറ്റി വെച്ചിട്ട് ഇതാ കണ്ടില്ലേ, ഡൽഹിയിൽ ഈ ജെൻസി കുട്ടികൾ അവരുടെ കൃത്യമായിട്ട് നിലപാടുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊരു സമരം നടത്തി. ആ സമരത്തിൽ അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞത് അവരുടെ നിലപാടുകൾ ശക്തമായതുകൊണ്ടായിരുന്നു. ആ നിലപാടുകൾ ഉറച്ചു നിന്നതുകൊണ്ടായിരുന്നു. ആരുടെ മുന്നിലും തലകുനിക്കാതെ അവരുടെ ആശയങ്ങളിലും നിലപാടുകളിലും ആവശ്യങ്ങളിലും ഉറച്ചു നിന്നുകൊണ്ടാണ് ആ സമരം വിജയിക്കേണ്ടി വന്നത്. BJP പോലൊരു പാർട്ടി തലകുനിച്ചു കൊടുക്കേണ്ടി വരുന്ന ഒരു ഗതികേടുണ്ടാക്കിയത് വളരെ കൃത്യമായിട്ടുള്ള നിലപാടുകൾ ഊന്നി നിന്നുകൊണ്ട് ജനങ്ങളുടെ ആവശ്യങ്ങൾ എന്താണോ അത് പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു ശ്രമം നടത്തിയാണ്. അത് രാഷ്ട്രീയ പാർട്ടിയല്ല. അവിടെ നിങ്ങളീ പറയുന്ന തൊഴിലാളി, വർഗ്ഗബോധമുള്ള തൊഴിലാളി എന്നൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ CPMൻ്റെ ഈ പഴഞ്ചൻ തത്വശാസ്ത്രമൊക്കെ അറബിക്കടലിൽ വലിച്ചെറിഞ്ഞിട്ട് ജനങ്ങളോടൊപ്പം നിന്ന് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ, അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുവാൻ, ആ പ്രശ്നങ്ങൾ പരിഹരിച്ച് അത് പഠിക്കുവാനെങ്കിലും ശ്രമിച്ചാൽ ഈ പാർട്ടി നാളെ ചിലയിടങ്ങളിലെങ്കിലും ഉണ്ടാകുമെന്നേ ഉള്ളൂ. കാരണം ജനങ്ങൾ വെറുക്കുന്ന ഒരു പാർട്ടിയായി തീർന്നിരിക്കുന്നു, അല്ലെങ്കിൽ വെറുപ്പിച്ചിരിക്കുന്നു നിങ്ങളെല്ലാവരും കൂടി, എല്ലാ സഖാക്കന്മാരും നേതാക്കന്മാരും കൂടി. അതുകൊണ്ട് ആ പാർട്ടിയെ ഇനി പുനർജീവിപ്പിക്കണമെങ്കിൽ ഈ പറയുന്ന നവലിബറൽ ഉദാരവൽക്കരണ സംവിധാനങ്ങളും വർഗീയ ബോധവും കൊളോണിയലിസ്റ്റ് ചിന്താധരണികളുമൊക്കെ നിങ്ങൾ മാറ്റിവെക്കൂ. അല്ലെങ്കിൽ അതിനെ അറബിക്കടലിലോ പസഫിക് സമുദ്രത്തിലോ കൊണ്ട് എറിയാൻ നോക്കൂ. എന്നിട്ട് പുതിയ ആശയങ്ങളും ചിന്താധാരകളുമുള്ള യുവതലമുറയോടൊപ്പം ചേർന്ന് നിന്ന് ഈ പഴഞ്ചൻ തത്വശാസ്ത്രങ്ങളെ ഇന്നും ചുമക്കുന്ന കടൽക്കിഴവന്മാരെ അറബിക്കടലിൽ തള്ളൂ. എന്നിട്ട് പുതിയ ഒരു സമീപനം സ്വീകരിച്ച് മാർക്സിയൻ തത്വങ്ങളെ മുമ്പിലോട്ട് വെച്ചുകൊണ്ട് ആശയങ്ങൾ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന തരത്തിലാണെങ്കിൽ അവ ക്രോഡീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിച്ചാൽ മാത്രമേ ഈ പാർട്ടിക്ക് ഇനിയൊരു ജീവനെങ്കിലും ഉണ്ടാകൂ. അതിനുവേണ്ടിയുള്ള ശ്രമമാണ് നടത്തേണ്ടത്. അല്ലാതെ ഈ പറയുന്ന പോലെ ഒരു വ്യക്തി കേന്ദ്രീകൃത പൂജ നടത്തി പിണറായി വിജയനെ പോലൊരാളെ ഉയർത്തിക്കാട്ടി ഇവിടെ ഇപ്പോൾ മൂന്നാമതും അധികാരം പിടിക്കാൻ കഴിയുമെന്ന് വിചാരിച്ചു വന്ന് നിങ്ങൾക്ക് കിട്ടിയ പണി കിട്ടിയല്ലോ. അപ്പോൾ ജനങ്ങൾ ബോധവാന്മാരാണ് എന്ന് മറക്കാതിരിക്കുക. തെറ്റ് പിണറായി വിജയൻ തന്നെയാണ് എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെയാണ് ആ തെറ്റിനെ അവർ പുറത്താക്കിയത്. ഇനി ചെയ്തു കൂട്ടിയ പാപങ്ങൾക്ക് പാപഭാരം കൂടി ഉണ്ട്. അപ്പോൾ അതുകൂടി അനുഭവിച്ചേ പോകാൻ കഴിയൂ എന്നുള്ളെങ്കിൽ ED അന്വേഷണം വരുന്നുണ്ട്. ആ ED അന്വേഷണത്തിൽ ചോദ്യം ചെയ്യലിലൊക്കെ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അകത്താവുക തന്നെ ചെയ്യും.